യു കെയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് കുറഞ്ഞതോടുകൂടി ഒരുപാട് പേരുടെയാണ് OET IELTS ഇപ്പോൾ എക്സ്പയർ ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പയർ ആകാൻ പോകുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപാട് നഴ്സസും ഇപ്പോൾ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഒക്കെ വിസിറ്റിംഗ് വിസയിൽ യു കെയിൽ വന്ന് OSCE എഴുതാനുള്ള പ്ലാനും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എൻക്വയറീസ് എനിക്ക് വരുന്നുണ്ട്. ഇത് വന്നത് കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ, ജോബ് കിട്ടുമോ, പിൻ നമ്പർ കിട്ടുമോ? നിങ്ങൾക്കറിയാവുന്ന പോലെ ഏകദേശം ഒരു 6 to 8 lakhs അടുപ്പിച്ച് ചിലവ് വരുന്നൊരു സംഭവം. അപ്പോൾ അത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇനി അങ്ങനെ ഒരു ഡിസിഷനിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു NHS ജോബ് കിട്ടുമോ, അല്ലെങ്കിൽ ഈ ഒരു OSCE കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിൻ നമ്പർ കിട്ടുമോ, ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വിസ റിജക്ഷൻസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് എന്താണ്? കാരണം ഇത്രയും ഒരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യത്തിലോട്ട് നിങ്ങളൊരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിന് മുന്നേ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഇതിന് എലിജിബിൾ ആണോ, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ ആയിട്ട് വരിക? എനിക്കറിയാം നിങ്ങളുടെ ലൈഫിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ പ്രോപ്പർ ആയിരിക്കും എന്നുള്ളൊരു കാര്യം ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യാം. ഓക്കെ, ഹലോ എവരിവൺ, വെൽക്കം ടു മലയാളം സിംഗപ്പൂർ. ഞാൻ കൃഷ്ണ. സോ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരുപാട് ക്വയറീസ് എനിക്ക് ഡെയിലി വരുന്നുണ്ട്. OET IELTS എക്സ്പയർ ആവാൻ പോവാണ്, അപ്പോൾ ഞാൻ യു കെയിൽ വന്ന് വിസിറ്റിംഗ് വിസയിൽ വന്ന് OSCE എഴുതുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ, പിൻ നമ്പർ കിട്ടുമോ, എനിക്ക് ജോബ് കിട്ടുമോ, ഇത്രയും ലക്ഷം രൂപ, ഏകദേശം 7-8 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട്, അതെല്ലാം വെള്ളത്തിലാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ എൻക്വയറീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വിസിറ്റിംഗ് വിസയിൽ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടോ, ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റഡ് പ്രോസസ്സ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു പാത്ത് വേ വർക്കൗട്ട് ആവുന്നത് എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ഈ ഒരു വിസിറ്റിംഗ് വിസയിൽ വന്ന് OSCE എഴുതുന്ന പരിപാടി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സംഭവം ഇപ്പോഴൊന്നും പുതിയതായിട്ട് തുടങ്ങിയ ഒരു സംഭവമേ അല്ല, ഇതെല്ലാം മുന്നേ ഉള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനിടയിൽ നമ്മുടെ ഇന്റർനാഷണൽ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് വളരെ വിപുലമായിട്ട് നടക്കുകയും 0 റിക്രൂട്ട്മെൻറ്റ് ഫീസിൽ നഴ്സസിനെല്ലാം തന്നെ യു കെയിലേക്കുള്ള NHS ഹോസ്പിറ്റലിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് യു കെയിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം NHSലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിനെ അത് കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കുകയും ഇതേപോലെ OET അല്ലെങ്കിൽ IELTS കഴിഞ്ഞ് നിൽക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ വാലിഡിറ്റി എക്സ്പയർ ആകാനുള്ള ചാൻസസ് വന്നപ്പോഴാണ് ഈ ഒരു പാത്വേയുടെ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഇത് മുന്നേ ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇത് പ്രോപ്പറായിട്ട് ട്രസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഫണ്ട് ചെയ്യുന്നുണ്ട്. നഴ്സസിന് അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ സെൽഫ് ഫണ്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം വാക്കൻസീസ് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ്സ് അത്രയും കുറവാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു പാത്വേ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആവുന്നത്? ഇത് നോർമലി നിങ്ങൾ നാട്ടിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ എവിടെയാണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വിസിറ്റിംഗ് വിസയിൽ മാത്രമേ നിങ്ങൾക്ക് യു കെയിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പം. ഓക്കെ, അപ്പോൾ വിസിറ്റിംഗ് വിസയിൽ നിങ്ങൾ വരുന്നതിന് മുന്നേ എന്ത് റിക്വയർമെൻറ്റിനാണ് നിങ്ങൾ വിസിറ്റിംഗ് വിസയിലേക്ക് യു കെയിലേക്ക് വരുന്നത് എന്നുള്ളൊരു കാര്യം വരുമ്പോൾ അവിടെ നിങ്ങൾ OSCE എക്സാമിന് നിങ്ങൾ ഡേറ്റ് എടുത്തും അല്ലെങ്കിൽ OSCE എക്സാമിന് വേണ്ടിയിട്ടാണ് യു കെയിൽ വരുന്നത് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം തുടങ്ങാം. ഓക്കെ, അപ്പോൾ അത് വെച്ചതിന് ശേഷം നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് ഹോം ഓഫീസിൽ നിന്ന് റിവ്യൂ ചെയ്യും, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾക്കൊരു വിസിറ്റർ വിസ കിട്ടും. ആ ഒരു വിസിറ്റിംഗ് വിസയിൽ നിങ്ങൾക്ക് യു കെയിലേക്ക് വരാം. 6 months വിസിറ്റിംഗ് വിസയാണ് നോർമലി ഉള്ളത്. അത് 1 മാസത്തേക്കോ 2 മാസത്തേക്കോ 3 മാസത്തേക്കോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാനായിട്ട് പറ്റും എന്തായാലും. ആൻഡ് ഈ OSCEയുടെ ട്രെയിനിങ് നിങ്ങൾക്ക് നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ യു കെയിൽ വന്നിട്ടോ നിങ്ങൾക്ക് ഓൺസൈറ്റ് ആയിട്ടോ ഓൺലൈനായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പ്രിപ്പയർ ചെയ്യാം. ദെൻ OSCEക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു OSCE സെൻറ്ററിൽ ഓൾറെഡി എക്സാം ബുക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾ ഇവിടെ വിസിറ്റിംഗ് വിസയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾ OSCE എക്സാമിന് പോകുന്നു. OSCEക്ക് 3 attempts ആണ് വരുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾ എല്ലാ സ്റ്റേഷൻസും കാര്യങ്ങളെല്ലാം ക്ലിയർ ആവുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ID ചെക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ID ചെക്സും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് നിങ്ങൾക്കൊരു പിൻ നമ്പർ കിട്ടുക. അല്ലാതെ OSCE എക്സാം നിങ്ങൾ ഫിനിഷ് ആയി അല്ലെങ്കിൽ OSCE എക്സാം പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഈ ചെക്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒന്നുകിൽ എക്സാമിന് പോകുന്നത് അല്ലെങ്കിൽ ബാക്കി നിങ്ങളുടെ പിന്നിൻ്റെ കൺഫർമേഷനോ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് NMCയുടെ സൈഡിൽ നിന്ന് അവർ വെരിഫൈ ചെയ്തതിന് ശേഷം അതിനകത്താണ് നിങ്ങളുടെ OETയുടെ വാലിഡിറ്റി ചെക്ക് ചെയ്യുക, നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ എക്സ്പയറി കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും നെക്സ്റ്റ് ഇടുന്നുണ്ട്. OSCE എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ID ചെക്സ് എന്നുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഈ ഒരു ചെക്സ് കഴിഞ്ഞ് നിങ്ങൾ ഓക്കെ ആണെന്ന് കൺഫേം ആയതിനു ശേഷം മാത്രമേ നിങ്ങൾക്കൊരു പിൻ നമ്പർ കിട്ടുകയുള്ളൂ. ഓക്കെ, അവിടെ ID ചെക്സിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. പറയുന്നത് ഇപ്പോൾ PCC ആയിരിക്കാം, ചിലപ്പോൾ അത് എക്സ്പയർ ആയിരിക്കും, അല്ലെങ്കിൽ അത് വാലിഡ് ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ വീണ്ടും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് പിൻ നമ്പർ കിട്ടി എന്നിരിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്ത് നമ്മൾ ചെയ്യേണ്ടി വരുന്നത് എന്താ, ജോബിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയുന്നത്. കാര്യം ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ, ഇവിടെ ജോബ് കിട്ടുന്നതും അത്രയും സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് എന്തായാലും. ഓക്കെ, എനിവേ ഈ ഒരു പ്രോസസ്സിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ ജോബ് ആപ്ലിക്കേഷൻസ് ട്രാക്ക് ജോബ്സ് ത്രൂ NHS ജോബ്സ് കൂടി നിങ്ങൾ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻ്റർവ്യൂസ് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റഡ് ആയി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോബിന് കയറാം. അത് പക്ഷേ നിങ്ങൾ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് വിസിറ്റർ വിസയിൽ വന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നാട്ടിൽ പോയതിന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസോ കാര്യങ്ങളോ കൊടുക്കുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല എന്തായാലും. പക്ഷേ നിങ്ങൾക്ക് നാട്ടിൽ പോയതിന് ശേഷം മാത്രമേ ജോബിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വീണ്ടും വന്ന് യു കെയിൽ തിരിച്ച് വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജോബിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് സ്പോൺസർ അല്ലെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് ഉണ്ടായിരിക്കണം. ആ ഒരു സ്പോൺസർഷിപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സ്കിൽഡ് ടയർ 2 വർക്ക്
വർക്ക് വിസ ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരുപാട് പേരും ചോദിക്കുന്ന കാര്യമാണ്. വിസിറ്റർ വിസയിൽ വന്ന് ഉടനെ തന്നെ ജോലി കിട്ടി. ഈ ജോലി കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല. ഇനി അതിലോട്ട് നമുക്ക് പോകാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പം ഈ ഒരു പ്രോസസ്സ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. അതായത് ഓസ്കി വിസിറ്റിംഗ് വിസയിൽ വരുന്നു, ഓസ്കി എക്സാം എഴുതുന്നു, ദെൻ അതിനുശേഷം നിങ്ങളുടെ ID ചെക്സ് കാര്യങ്ങൾ നടക്കുന്നു, നിങ്ങൾക്ക് പിൻ നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നു, ദെൻ അതിനുശേഷം ജോബ് ആപ്ലിക്കേഷൻസ് NHSലേക്ക് കൊടുക്കുന്നു, സക്സസ്ഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് ജോബ് കിട്ടുന്നു. ഇതാണ് സംഭവം. അതിനിടയിലാണ് സ്പോൺസർഷിപ്പും കാര്യങ്ങളെല്ലാം വരിക. ഇതാണ് ഹോൾ പ്രോസസ്സ്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. ഈ ഒരു വിസ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് വിസ റിജക്ഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ വിസ റിജക്ഷൻസ് വന്നാൽ എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വിസിറ്റർ വിസ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അവർക്ക് വിസ റിജക്ഷൻസ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. നിങ്ങളിപ്പോൾ പോകുന്നവർക്ക് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പാരൻസിനെ നമ്മൾ UK കൊണ്ടുവരാണെങ്കിലും ശരി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻസ് നമ്മുടെ റിലേറ്റീവ്സിനെ നമ്മൾ UK കൊണ്ടുവരാണെങ്കിലും ശരി, ഇതെല്ലാം തന്നെ സ്റ്റാൻഡേർഡ് വിസിറ്റർ വിസയിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ വിസിറ്റർ വിസയുടെ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഹോം ഓഫീസ് വെരിഫൈ ചെയ്യും. ഓക്കെ, ഈ ഒരാൾ ഈ ആപ്ലിക്കൻ്റ് UK വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാലതാമസത്തിനുള്ളിൽ അവർ നിന്ന് തിരിച്ച് UK നിന്ന് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകുമോ, അതോ അവർ ഇവിടെ തന്നെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാലോ, മൈഗ്രൻസിൻ്റെ എണ്ണം ഒരുപാട് കൂടി വരുന്നുണ്ട് തന്നെ. ഒരു മാക്സിമം നെറ്റ് മൈഗ്രേഷൻ്റെ എമൗണ്ട് തന്നെ കുറയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ചാൻസിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ സ്റ്റക്കായി നിൽക്കാനുള്ള ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ഒരു വിസ റിജക്ഷൻ വരും. അത് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഈവൻ നമ്മുടെ ഫാമിലി വരുന്ന സമയത്താണെങ്കിൽ അവർ നോക്കും. ഓക്കെ, ഈ ഒരു ഫാമിലി അല്ലെങ്കിൽ ഈ ഒരു പുള്ളിക്കാരി നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, UK പോയി കഴിഞ്ഞാൽ ഇവർ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുമോ. അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോകും എന്നുള്ളതിൻ്റെ എവിഡൻസസ് മേ ബി അവർ ചിലപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അതിൻ്റെ പ്രൂഫും കാര്യങ്ങളെല്ലാം നമ്മൾ കാണിക്കും. അവരുടെ സ്ഥലങ്ങളുടെ പ്രൂഫും കാര്യങ്ങളെല്ലാം കാണിക്കും. അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്, ബാക്കി ഡോക്യുമെൻറ്റ്സ്, ജോബ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഹോം ഓഫീസിൻ്റെ ആപ്ലിക്കേഷനിൽ നോക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും, ഓക്കെ, ഈ ആൾ എന്തായാലും വിസിറ്റ് വിസയിൽ തന്നെ വരുന്നതാണ്, തിരിച്ചെന്തായാലും പോകുന്നുള്ള രീതിയിൽ അവർക്ക് വിസ അപ്രൂവ് ചെയ്യും. ഓക്കെ, അതേസമയം നമ്മൾ ഇതേപോലെ നിങ്ങളൊരു പ്രൊഫഷണൽ കാൻഡിഡേറ്റ് ആകുന്ന സമയത്ത് ഓൾറെഡി ഓസ്കിയുടെ എക്സാമിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങളവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലം വരാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും എന്തായാലും. അപ്പം അവിടെയും നിങ്ങളുടെ ID ചെക്സ് നിങ്ങൾ കൊടുക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആവട്ടെ, വിസ റിജക്ഷൻസിൽ കുറേ കാര്യങ്ങൾ വരാറുണ്ട്, പ്രോബ്ലംസ്. ഓക്കെ, നിങ്ങൾ തിരിച്ചു പോകുമോ എന്നുള്ളൊരു കാര്യത്തിന് അവർക്കൊരു കൺഫർമേഷൻ ഇല്ലാതെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ഒരു വിസ റിജക്ഷനിലോട്ട് പോകുന്നത്. അത് നിങ്ങളുടെ പ്രോപ്പറായിട്ട് നിങ്ങൾ ആരാണോ ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ അടുത്ത് പ്രോപ്പറായിട്ട് കാര്യങ്ങളെല്ലാം കൺസൾട്ട് ചെയ്ത് നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഡോക്യുമെൻറ്റേഷൻസും അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ലെറ്ററും കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊടുക്കുക എന്തായാലും. ഓക്കെ, ഇതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, വിസ റിജക്ഷൻസ് അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ തന്നെ അപ്കമിങ് വീഡിയോസിനകത്ത് ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി വിസ കാര്യങ്ങളെല്ലാം കിട്ടി, നിങ്ങളിവിടെ UK ഇനി നിങ്ങളുടെ ഓസ്കിയുടെ കാര്യമാണ് അല്ലേ. അപ്പോൾ ഓസ്കി നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തു, എത്രത്തോളം നല്ല രീതിയിൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾ എടുത്തിട്ടുണ്ട്, എത്രത്തോളം സപ്പോർട്ട് നിങ്ങൾക്ക് ഓസ്കിക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യം ഓസ്കി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഒരു UK ബേസ്. നമ്മൾ നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കലും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, ഇവിടുത്തെ UK ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രാക്ടിക്കൽ സെറ്റിംഗ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്, അല്ലെങ്കിൽ പേഷ്യൻസിനെ നമ്മൾ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിവിടെ ഡീൽ ചെയ്യേണ്ടി വരുന്നത് ഓസ്കിക്കകത്ത്. ഓക്കെ, അപ്പോൾ ഓസ്കിനെ പറ്റിയിട്ടും അതിൻ്റെ കംപ്ലീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനി വരുന്ന നമ്മുടെ അപ്കമിങ് വീഡിയോസിനകത്ത് ഞാൻ കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയേണ്ട A to Z കാര്യങ്ങളെല്ലാം തന്നെ. ബിക്കോസ് ഇതിനകത്ത് ഞാനത് പറയുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോൾ. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഓസ്കിയുടെ അറ്റംപ്റ്റിന് നിങ്ങൾ പോകുന്നു. ഓസ്കി എക്സാമിന് നിങ്ങൾക്ക് 3 അറ്റംപ്റ്റാണ് വരിക. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ സ്റ്റേഷൻസും അസസ്മെൻറ്റ് പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ തൊട്ട് തുടങ്ങി ബാക്കിയുള്ള നിങ്ങളുടെ സ്കിൽ സ്റ്റേഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ്ഫുൾ ആവും. അതിനോടൊപ്പം വരുന്നൊരു കാര്യമാണ് നിങ്ങളുടെ ID ചെക്സ്. അതിനകത്ത് നിങ്ങളുടെ PCC കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം വാലിഡിറ്റി ഉണ്ടോ. OET, നിങ്ങൾ ഓസ്കി എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ OET എക്സാം അല്ലെങ്കിൽ IELTS എക്സാമിൻ്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വാലിഡ് ആയിരിക്കണം. അത് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ അവർ ഓസ്കി എഴുതാനായിട്ട് സമ്മതിക്കില്ല എന്തായാലും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത്രയും ചിലവാക്കി പോകുന്നതെല്ലാം തന്നെ വെറുതെ ആയിപ്പോൾ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉറപ്പ് വരുത്താം. ഓക്കെ, അപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയെന്ന് വെക്കുക. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അറ്റംപ്റ്റിലോട്ട് നിങ്ങൾ ഏതൊക്കെ സ്റ്റേഷൻസ് ഫെയിൽ ആയിട്ടുണ്ടോ ആ ഒരു സ്റ്റേഷൻ മാത്രം നിങ്ങൾക്ക് ചെയ്താൽ മതിയായിരിക്കും. സെയിം സെനാരിയോസ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് കിട്ടുക. ഇനി രണ്ടാമത്തെ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റേഷൻ ഫെയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ അറ്റംപ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ മൂന്നാമത്തെ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കും. ഇനി അതും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നേന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് 3 അറ്റംപ്റ്റാണ് ഇതിനകത്ത് വരുന്നത്. സോ അവിടെയും നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, നല്ല കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം ഓസ്കി എക്സാമിലോട്ട് നിങ്ങൾ പോവുക. ഓക്കെ, അപ്പോൾ ഇനി ഓസ്കി എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് പിൻ നമ്പറിലോട്ട് പോകണം. നിങ്ങളുടെ ID ചെക്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിൻ നമ്പർ കിട്ടിയെന്നിരിക്കട്ടെ. പിൻ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ NMC രജിസ്ട്രേഷൻ. അതായത് നമ്മുടെ നാട്ടിലിപ്പം കേരള നഴ്സിംഗ് കൗൺസിലിൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ഉണ്ട്, രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ UK പ്രൊഫഷണൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ NMC നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിൽ രജിസ്ട്രേഷനിൽ നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ഒരു പിൻ നമ്പറാണ് ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്.
നിങ്ങളുടെ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ജോബ് കിട്ടണമെന്നോ യാതൊരു നിർബന്ധമില്ല. അവിടെയാണ് ഇതിനകത്തുള്ള മെയിൻ ട്രിക്കി ആയിട്ടുള്ള കാര്യം വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ മെയിൻ കോർ ടോപ്പിക്കാണ് പിൻ നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ NHS ജോബ് കിട്ടുമോ എന്നുള്ള കാര്യം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ടോപ്പിക് ഡിസ്കസിന് ശേഷം ഏറ്റവും അവസാനം ഞാൻ പറയുന്നത് ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാം, ആരൊക്കെ അപ്ലൈ ചെയ്താലാണ് ഇത് കിട്ടാനുള്ള ചാൻസസ് അല്ലെങ്കിൽ ജോബ് കിട്ടാനുള്ള ചാൻസസ്, അത് ഏറ്റവും അവസാനം ഞാൻ പറയുന്നത് അതൊരു ക്രൂഷ്യൽ പോയിന്റ് ആണ് എന്തായാലും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ പിൻ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇനി NHS ജോബ് നിങ്ങൾക്ക് കിട്ടുമോ? നമുക്ക് ജോബ് ആപ്ലിക്കേഷൻസ് നമുക്ക് കൊടുക്കും. NHSന്റെ വെബ്സൈറ്റ്സിൽ അല്ലെങ്കിൽ ട്രാക്ക് ജോബ്സിൻ്റെ വെബ്സൈറ്റിൽ ഒരുപാട് ജോബ് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. സ്റ്റാഫ് നഴ്സിൻ്റെ ജോബ്സ് ഉണ്ട്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഓൾറെഡി സീനിയർ കെയറേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ SIF പാത്വേയിൽ കൂടെയൊക്കെ തന്നെ പിൻ നമ്പർ കിട്ടിയിട്ടുള്ള ആൾക്കാർ പോലും ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. 6 മാസം 1 വർഷമായിട്ട് ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ട് ഒരു ഇൻ്റർവ്യൂ പോലും ഷെഡ്യൂൾ ചെയ്യാത്ത ആൾക്കാരെ എനിക്കറിയാം നന്നായിട്ട്. ഓക്കെ, അപ്പോൾ അതിന് ഡിഫറൻറ്റ് റീസൺസ് ആയിരിക്കും. ഈവൻ ഒരു 10 ആപ്ലിക്കേഷൻ കിട്ടിയില്ല തന്നെ 4 ഇൻ്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. ഓക്കെ, അപ്പോൾ കിട്ടില്ല എന്നൊരു സംഭവമല്ല പറയുന്നത്. പക്ഷേ അവിടെ നമുക്കൊരു ഗ്യാരണ്ടി ആർക്കും തന്നെ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കില്ല ജോലി കിട്ടും എന്നുള്ളൊരു കാര്യത്തിൽ. അത് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം, ഷോർട്ട് ലിസ്റ്റഡ് ആയാൽ മാത്രം പോരാ, ഇൻ്റർവ്യൂവിന് നമ്മൾ നല്ല കോമ്പീറ്റൻ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ജോബ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് ഒരു ഷുവർട്ടി ആർക്കും നിങ്ങൾക്കൊരു ജോബ് കിട്ടാതെ തരാനായിട്ട് സാധിക്കില്ല എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ബിക്കോസ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് NHSൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ്, അത് ക്ലിനിക്കൽ ജോബ്സ് ആണെങ്കിലും നോൺ ക്ലിനിക്കൽ ജോബ്സിനാണെങ്കിലും ഒക്കെ തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് ഇവിടെ UK തന്നെ ഒരുപാട് പേരെയും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവരുടെ ടെസ്റ്റിമോണിയൽസും ഫീഡ്ബാക്സ് ഞാൻ യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അവർ എത്രത്തോളം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, അവരുടെ ഫീഡ്ബാക്സ്, അവർക്ക് എന്തെല്ലാം യൂസസ് ഉണ്ട് ഈ ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എടുത്തപ്പോൾ തന്നെ. അപ്പം അവരുടെ ഒരു സ്ട്രഗിൾ, അതായത് ആ ഒരു ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റഡ് ആവുന്നതിന് മുന്നേ ഉള്ള ഒരു സ്ട്രഗിളും കാര്യങ്ങളൊക്കെ തന്നെ ആ വീഡിയോയിൽ അവർ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരെല്ലാം 2-3 വർഷം UK നിൽക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഇവിടെ ഉണ്ട്. ഓരോ ആപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് അതിനൊരു പ്രോപ്പർ സ്പെസിഫിക്കേഷനും അതിൻ്റെ ഒരു പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ന്യൂറോളജി ICUവിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ്, കഴിഞ്ഞൊരു 10 വർഷമായിട്ട് നിങ്ങൾ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചോ. ഓക്കെ, അതേസമയം നിങ്ങൾക്ക് പിൻ നമ്പർ കിട്ടി, നിങ്ങൾ നോക്കുമ്പോൾ ന്യൂറോളജി ICUയോടുള്ള വാക്കൻസീസോ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അവിടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വാക്കൻസി നിങ്ങൾ കണ്ടു, അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്തു. ഓക്കെ, ആ ഒരു ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഓൺലൈനിലായിട്ട് ഇട്ട് കഴിയുമ്പോൾ മേ ബി ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു 2-3 ആൾക്കാരെ മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ട് വേണ്ടി വരിക. അല്ല, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അവിടെ 100 പേരോ 200 പേരെ റിക്രൂട്ട് ചെയ്യാനല്ല അവരുടെ ആപ്ലിക്കേഷനിൽ ജോബ് അഡ്വർടൈസ്മെൻറ്റ് ഇടുന്നത്. ഒരു 2-3 പേരെ മാത്രം വാക്കൻസിയിലോട്ട് എടുത്താൽ മതി. ഓക്കെ, അതിന് ഏകദേശം ഒരു 200-300 ആപ്ലിക്കേഷൻസ് ആയിരിക്കും കിട്ടുക. അതിനകത്തുനിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രോപ്പർ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കാൻഡിഡേറ്റിൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അടക്കം അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്സും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം അവർ ഈ ഒരു റോളിന് എലിജിബിൾ ആണോ എന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം മാത്രമേ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ 2 വാക്കൻസി ഉള്ളൊരു ജോബിന് ഞാൻ ഒരിക്കലും എന്തായാലും ഒരു 20-ൽ കൂടുതൽ ആൾക്കാരെ അല്ലെങ്കിൽ 10-ൽ കൂടുതൽ ആൾക്കാരെ എനിക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ലക്ക് വൈസ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആയി എന്നിരിക്കട്ടെ, ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇൻ്റർവ്യൂവിന് നമ്മൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങളെല്ലാം പോയി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ന്യൂറോളജി എക്സ്പീരിയൻസ് ആയിരിക്കെ ആ ഇൻ്റർവ്യൂവിന് ബാക്കി വന്നിട്ടുള്ള ഒരു 7 പേർക്കും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ NHSൽ തന്നെ 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അവർ നല്ല രീതിയിൽ തന്നെ ഇൻ്റർവ്യൂവും കൂടെ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോബ് കിട്ടാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് ഏറ്റവും താഴേക്ക് പോകും, അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ ഔട്ട് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ് വരുന്നത്. ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആയി ഇൻ്റർവ്യൂവിൽ നിങ്ങൾ സെലക്റ്റഡ് ആകാനുള്ളൊരു ചാൻസ് എന്ന് പറയുന്നത്. കാര്യം വാക്കൻസീസ് അത്രയും ലിമിറ്റഡ് ആണ്. ഞാൻ പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അഡ്വർടൈസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ 2-3 നഴ്സസിനായിരിക്കും നോക്കുക. ഇനി അതുപോലെ തന്നെ ഇൻറ്റേർണൽ ആപ്ലിക്കൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വാക്കൻസി അവർ പോസ്റ്റ് ചെയ്യുന്നില്ല, അഡ്വർടൈസ് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും. അവിടെയും നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കും, അവിടെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറയല്ല, നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ കാൻഡിഡേറ്റ്സ് ഒരുപാട് പേര് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും ഞങ്ങൾ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്ത് പറയുന്ന കാര്യം മാക്സിമം n നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് നിങ്ങൾ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഏതെങ്കിലും ഒരു ജോബിന് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റഡ് ആക്കാനുള്ള ചാൻസ് ഉള്ളൂ. ഓക്കെ, ഇനി ഷോർട്ട് ലിസ്റ്റഡ് ആക്കി കിട്ടിയെങ്കിൽ അതൊരു വലിയൊരു ലക്കി ഫാക്ടറാണ് അങ്ങനെ ഒരു സംഭവം. ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത്. അതിന് നല്ല രീതിയിൽ നിങ്ങൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഫീഡ്ബാക്സ്, കാൻഡിഡേറ്റ്സിൻ്റെ ഫീഡ്ബാക്സ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. നമ്മുടെ ആ ഒരു 3 ഡേയ്സിൻ്റെ സെഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവർക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയെന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും. ഓക്കെ, അപ്പോൾ അത്രയും പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങളെല്ലാം പോയി അവരുടെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഇവർ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ സ്പോൺസർഷിപ്പ് കൊടുക്കും, അല്ലെങ്കിൽ അവർ ഇൻ്റർവ്യൂ സക്സസ്ഫുൾ ആവും. അപ്പോൾ ഈ ഒരു റിയൽ ഹാർഡ്ഷിപ്പ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പിൻ നമ്പർ കിട്ടി വിത്തിൻ 3 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഏകദേശം 450ഓളം പ്രാക്ടിക്കൽ അവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ NMCയുടെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് റീവാലിഡേഷൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ പിൻ നമ്പർ റീവാലിഡേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് കാലാവധി ഉണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാൻ ലിങ്ക് നിങ്ങൾ കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും.
അപ്പോൾ ആ റിക്വയർമെൻറ്റ്സ് എല്ലാം നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റീവാലിഡേഷൻ നിങ്ങൾക്ക് ചെയ്യാനും NMC രജിസ്റ്ററിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനും പറ്റും. അപ്പോൾ ഈ ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ തന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ്. കണ്ടീഷണൽ ആയിട്ടുള്ള ഓഫർ ലെറ്റർ കാര്യങ്ങളെല്ലാം അയക്കും. അവർ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കും. HR ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്ത് എല്ലാം ട്രാക്ക് ജോബ്സ് ത്രൂ ആയിരിക്കും കാര്യങ്ങളെല്ലാം നടക്കുക. വൺസ് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഫൈനലി അവരെല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്തതിന് ശേഷം, കാര്യം നിങ്ങളിപ്പോൾ പുറത്ത് നാട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ തന്നെ തിരിച്ചു പോയതിന് ശേഷമായിരിക്കും ഈ ചെക്സും കാര്യങ്ങളും നടക്കുക. അപ്പോൾ അതെല്ലാം അവർ വെരിഫൈ ചെയ്യും. അതിൽ വെരിഫിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ റെഫറൻസ് എന്ന് പറയുന്നത്. ആ റെഫറൻസ് നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ആവശ്യമില്ല. അവർക്ക് വേണ്ടത് ആ റെഫറൻസ് ആണ്. ആ ഒരു ആൾ, ഇപ്പോൾ നിങ്ങളുടെ നഴ്സിംഗ് സൂപ്രണ്ട് ആവട്ടെ അല്ലെങ്കിൽ നഴ്സിംഗ് ഡയറക്ടർ ആവട്ടെ, ആരുടെയെങ്കിലും നിങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്ത് പ്രോപ്പറായിട്ട് പറയണം, യെസ് ഇന്നൊരു കാൻഡിഡേറ്റ് എൻ്റെ കീഴിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഇത്രയും നാൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ. ആ ഒരു പ്രോപ്പർ അപ്ഡേറ്റ് അവർക്ക് കിട്ടാത്തടത്തോളം ഒരിക്കലും ഒരു ജോബ് നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടില്ല. റെഫറൻസസ് നിങ്ങൾ 10 പേരുടെ 20 പേരുടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മാക്സിമം 2-3 പേരുടെ ആൾക്കാരുടെ കൊടുത്താൽ മാത്രം മതി, നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ. പക്ഷേ കൊടുക്കുന്നതിന് മുന്നേ കൺസേൺഡ് പേഴ്സൺസിനെ നിങ്ങൾ ചോദിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ റെഫറൻസ് കൊടുക്കുക. കാര്യം അവരറിയാതെ നിങ്ങൾ റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരിക്കലും അതിന് റെസ്പോണ്ട് ചെയ്യണം നിർബന്ധമില്ല. തന്നിട്ടുള്ള കണ്ടീഷണൽ ഓഫ് ലെറ്ററും കാര്യങ്ങളെല്ലാം തന്നെ റിവോക്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിരിക്കുക. റെഫറൻസ്, ഈ ഒരു ജോബ് കിട്ടി എന്ന് പറഞ്ഞിട്ട് അൺടിൽ നിങ്ങൾക്ക് ഒരു അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററും ഒരു പീരീഡ് ഓഫ് ജോയിനിങ് ഡേറ്റും കാര്യങ്ങളും കിട്ടാതെ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അതുവരെയുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഈ ഒരു കംപ്ലീറ്റ് ഹോൾ പ്രോസസ്സ് എന്നുള്ള കാര്യം. ഇനി ആരൊക്കെ ഇപ്പോൾ എടുത്തു ചാടി ഈ ഒരു സംഭവത്തിലോട്ട് പോകരുത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് റീസെൻ്റ് ആയിട്ട് പാസ് ഔട്ടായി OET കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു ചാടി ഈ ഒരു സംഭവത്തിലോട്ട് പോകരുത്. കാര്യം നിങ്ങൾക്കൊരു സർട്ടൻ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ, സർട്ടൻ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു 6 മാസം തൊട്ട് 1 വർഷം വരെയുള്ള, 1 വർഷം തന്നെ നിങ്ങൾ വെച്ചോ, ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു പാത്വേയിൽ കൂടെ നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോഴും OET കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രഷറായിട്ട് ഇറങ്ങിയതേ ഉള്ളൂ എങ്കിൽ, നിങ്ങളിപ്പോൾ എടുത്ത് ചാടി OETയിലോട്ടോ IELTSലോട്ടോ പോകരുത്. ആദ്യം നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലൊരു ക്ലിനിക്കൽ ഏരിയയിലോട്ട് നിങ്ങൾ ജോബിന് കയറാനായിട്ട് നോക്ക്. മിനിമം ഒരു 6 months ഓഫ് എക്സ്പീരിയൻസ് എങ്കിലും നിങ്ങൾ കിട്ടിയതിന് ശേഷം OETയുടെ അല്ലെങ്കിൽ IELTSൻ്റെ പ്രിപ്പറേഷനിലോട്ട് നിങ്ങൾ പോവുക. NMC രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾ പാരലലി ചെയ്യുക. CBTയുടെ കാര്യത്തിലോട്ട് പോവുക. ദെൻ ഒരു 1 year ആവുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പാത്വേ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരാം. ഇനി ഒരു ലക്ക് ഫാക്ടറിൽ റിക്രൂട്ട്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം എന്തെങ്കിലും രീതിയിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. വേറെ ചിലവുകളോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രീ റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾക്ക് എത്താനും സാധിക്കും എന്തായാലും. ഓക്കെ, പക്ഷേ ഈ ഒരു പ്രോപ്പർ എക്സ്പീരിയൻസും കാര്യങ്ങളില്ല, നിങ്ങൾ എടുത്ത് ചാടി OET IELTS എടുത്ത് അതിൻ്റെ വാലിഡിറ്റിയും കഴിഞ്ഞ് ഈ ഒരു ജോബ് കിട്ടാതാവാനും ഇത്രയും ലക്ഷങ്ങൾ മുടക്കാനും ഉള്ളൊരു സംഭവത്തിലോട്ട് നിങ്ങൾ എടുത്ത് ചാടരുത്. ബിക്കോസ് കഴിഞ്ഞ 7 വർഷമായിട്ട് ഞങ്ങൾ OETയുടെയും CBTയുടെയും NMC രജിസ്ട്രേഷനും അല്ലെങ്കിൽ OSCEയുടെയും ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും നഴ്സിംഗ് എക്സാംസിൻ്റെ ട്രെയിനിങ്ങും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സർവീസസ് നമ്മുടെ നഴ്സസിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈവൻ ഒരു ബിഗിനറായിട്ടുള്ള ഒരു ഫ്രഷറായിട്ടുള്ളൊരു നഴ്സ്, ഇപ്പോൾ റീസെൻ്റായിട്ട് പാസ്സായിട്ടുള്ളൊരു കാൻഡിഡേറ്റ് നമ്മുടെ അടുത്തൊരു OETയുടെ ക്ലാസ്സിൻ്റെ കാര്യം ചോദിച്ചു വരികയാണെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യം, ഞങ്ങൾ ഒരിക്കലും അഡ്മിഷൻ അല്ലെങ്കിൽ അവർക്കൊരു ക്ലാസ്സിൻ്റെ കാര്യത്തിലൂടെ ഞങ്ങൾ അവരോട് അഡ്വൈസ് ചെയ്യുന്ന മെയിൻ കാര്യം വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു OETയുടെ അഡ്മിഷൻ എടുത്ത് ഇത്രയും ഫീസ് മുടക്കി ഈ ഒരു എക്സാം എഴുതി യാതൊരു ഉപയോഗമില്ല. ആദ്യം പോയി എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം റെഡിയാക്കുക. എക്സ്പീരിയൻസ് കിട്ടി ഒരു 6 monthsന് ശേഷം നിങ്ങൾ OET കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഞങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ട്, അല്ലെങ്കിൽ OETയുടെ ക്ലാസ്സസ് ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരിക്കലും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ അഡ്മിഷൻസ് എടുക്കുകയോ ബാക്കി കാര്യങ്ങൾ ചെയ്യുമോ, അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ചെയ്യാറില്ല. കാര്യം നിങ്ങളുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇത്രയും ജെനുവിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഞങ്ങൾ യൂട്യൂബിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഇപ്പോൾ 6 monthsനും അല്ലെങ്കിൽ 1 yearന് ശേഷം അവർ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ ഫ്രീ ഗ്രൂപ്പ്സിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിൽ ഒരു കാശ് നിങ്ങൾ മുടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് OET കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം, പഠിക്കാം, പ്രിപ്പയർ ചെയ്യാം. ഡെയിലി ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ട്. CBTയുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. NHSൻ്റെ ഇൻ്റർവ്യൂ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ്. അതെല്ലാം വെച്ച് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ട്രെൻഡും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. വൺസ് ഒരു പ്രോപ്പറായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾ അക്വയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ OET ആവട്ടെ, നിങ്ങളുടെ NMC രജിസ്ട്രേഷൻ ആവട്ടെ, നിങ്ങളുടെ OETയുടെ ബുക്കിംഗ് ആവട്ടെ, CBTയുടെ ക്ലാസ്സസ് ആവട്ടെ, CBT എക്സാമിൻ്റെ ബുക്കിംഗ് ആവട്ടെ, അല്ലെങ്കിൽ OSCEയുടെ കാര്യങ്ങളാവട്ടെ, ബാക്കി ഫർദർ പ്രോസസ്സ് ആവട്ടെ, NHSൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് ആവട്ടെ, അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം
നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ റെഡിയാക്കി എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM നഴ്സിംഗ് കഴിഞ്ഞ് ഫ്രഷേഴ്സായിട്ട് ഇറങ്ങിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു ടൈമിൽ, ഈ ഒരു 1 year ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാത്രം പോയി എക്സ്പീരിയൻസ് എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ആദ്യം നിങ്ങൾക്ക് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ കയറുക. അതിനോടൊപ്പം നിങ്ങൾക്ക് DME, PSC, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. DMEയിലേക്കും DHSലേക്കും എക്സാംസിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ DMEയിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. January 15 വരെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആണ്. ആ എക്സാംസിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ DHSലേക്കുള്ള വാക്കൻസീസ് കാര്യങ്ങൾ വരാറുണ്ട്. JPHൻ്റെ വാക്കൻസീസ് വരാറുണ്ട്. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഒരുപാട് നഴ്സിംഗ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. അതിനെല്ലാം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം, നോർസെറ്റിൻ്റെ എക്സാംസ്, എയിംസിലേക്കുള്ള നോർസെറ്റിൻ്റെ എക്സാംസ് വരുന്നുണ്ട്. അത് ഇയർലി തന്നെ നോർസെറ്റ് എക്സാംസ് നടത്താറുണ്ട്. അപ്പം എയിംസിൽ അത്രയും നല്ല സാലറി പാക്കേജസും കാര്യങ്ങളാണ് വരുന്നതൊക്കെ. അതുപോലെ ESI ഹോസ്പിറ്റൽസിലും നിംഹാൻസിലേക്കും ഒക്കെ തന്നെ ഒരുപാട് സെൻട്രൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഉണ്ട്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ചണ്ഡീഗഡ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ജിപ്മർ ഹോസ്പിറ്റൽസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിലാണെങ്കിലും. ഇനി അതൊന്നുമല്ല, നിങ്ങൾക്ക് ഇന്ത്യയിൽ നിൽക്കാൻ താല്പര്യമില്ല, പുറത്തേക്കാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗ് ലൈസൻസിങ് എക്സാംസ് ആയിട്ടുള്ള DHA, HAD അല്ലെങ്കിൽ MOH കാര്യങ്ങളൊക്കെ ദുബായ്, അബുദാബി അല്ലെങ്കിൽ കുവൈറ്റ് അങ്ങനെയുള്ള എങ്ങോട്ടേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് വാസ്റ്റ് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അതെല്ലാം തന്നെ നിങ്ങൾക്ക് നോക്കാം. ഈ ഒരു ടൈം പീരീഡ് നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങളൊന്ന് സൗണ്ടഡ് ആയിരിക്കും. നിങ്ങളുടെ ഫാമിലിനെ നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം. അതിനോടൊപ്പം നിങ്ങൾക്ക് ബാക്കിയുള്ള OETയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാരലലി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സമയവും കിട്ടും എന്തായാലും. അപ്പോൾ ഇത്രയൊരു ഫിനാൻഷ്യൽ ഫണ്ടിങ്ങിൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഫാമിലിക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരുടെയും കാര്യങ്ങൾ ഇതുപോലെ ആയിരിക്കില്ല. പക്ഷേ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളൊന്ന് സ്റ്റേബിൾ ആണ്. അതിനുശേഷം ഈ കാര്യത്തിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൂവ് ഓൺ. ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഡിഫറൻറ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ UK, യൂറോപ്യൻ കൺട്രീസ് ഒന്നും അല്ലാതെ നമ്മുടെ നാട്ടിലേക്കുള്ള ഗവൺമെൻറ് ജോബ്സിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിൻ്റെയും അതുപോലെ തന്നെ UAE, മിഡിൽ ഈസ്റ്റ് കൺട്രീസിലേക്കുള്ള അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലേക്കുള്ള, സൗദിയിലേക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സും അല്ലെങ്കിൽ ഏതൊക്കെ എക്സാംസ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പാത്ത് വേ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഒരു ഗ്രൂപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ക്വയറീസും കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഞങ്ങൾ അതിലേക്ക് ഷെയർ ചെയ്യും. ഇത്രയും മാത്രം ആലോചിക്കുക, OET അല്ലെങ്കിൽ IELTS മാത്രമല്ല നഴ്സിംഗ് എന്ന് പറയുന്നത്, ബാക്കിയും പ്ലെൻറ്റി ഓഫ് വൈഡ് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇതിലേക്ക് അവൈലബിൾ ആണ് എന്തായാലും. കാര്യം ഞാൻ നാട്ടിൽ നിന്ന് ഓൾറെഡി സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും സെൻട്രൽ ഗവൺമെൻറ്റിലും ഒക്കെ വർക്ക് ചെയ്തതിന് ശേഷമാണ് UKയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 6 വർഷത്തോളം എക്സ്പീരിയൻസ് എനിക്ക് നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സ്റ്റേറ്റിലും സെൻട്രൽ ഗവൺമെൻറ്, PSCയിലും സെൻട്രൽ ഗവൺമെൻറ്റിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രോപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ട് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇവിടെ UKയിൽ വന്ന് ജോബ് ചെയ്യുന്ന സമയത്താണെങ്കിലും അതുപോലെ ഒരുപാട് പേര് മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് ഇപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. UKയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്സ് ഇൻ ബിറ്റ്വീൻ അവർക്ക് വാക്കൻസീസും കാര്യങ്ങളെല്ലാം തന്നെ അവരെ സെലക്ട് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽസ്. നിങ്ങൾ ഈ ഡിഫറൻറ്റ് ഓപ്ഷൻസ് അല്ലെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യാനും ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് ഈ ഒരു ഓസ്കി വിസിറ്റ് വിസയിൽ വന്നാൽ യൂസ്ഫുൾ ആകുന്നത് എന്നുള്ള കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ നാട്ടിലോ നിങ്ങൾ വർക്ക് ചെയ്യണം, ഇത്രയും പ്ലെൻറ്റി ഓഫ് എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ട്. എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കൂടുതൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ മോർ ദാൻ ഒരു 12 months കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പൊന്നും വന്നിട്ടില്ല. നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് സൗദി അറേബ്യയിലും കുവൈറ്റിലും അല്ലെങ്കിൽ മിനിസ്ട്രീസിലൊക്കെ ഏതോ ആയിക്കോട്ടെ, ഏതോ മിഡിൽ ഈസ്റ്റ് കൺട്രീസോ ആയിക്കോട്ടെ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാനും ഒരിക്കലും ഒരു ജോബ് ഗ്യാരണ്ടി എന്നുള്ളൊരു സംഭവം ഇതിനകത്ത് പറയാൻ പറ്റില്ല. വൺസ് നിങ്ങൾക്ക് പിൻ നമ്പർ കിട്ടിയിട്ടേ പിൻ നമ്പർ കിട്ടി എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതുപോലെ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടേ നിങ്ങൾക്കൊരു ജോബ് അല്ലെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ കണ്ടീഷണൽ ഓഫർ ലെറ്റർ, അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് കിട്ടുമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ റിസ്ക്കുകളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾ അതിന് എലിജിബിൾ തന്നെയാണ്, അത് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഓസ്കിക്ക് വരാം, വിസിറ്റ് വിസയിൽ വരാൻ, കാര്യങ്ങളെല്ലാം ചെയ്യാം. പക്ഷേ അതിനോടുള്ള ചിലവുകളും അതെല്ലാം നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുകയാണ്, ഫിനാൻഷ്യലി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങളുടെ ഫാമിലി UKയിലുണ്ട്, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാത്ത് വേ ട്രൈ ചെയ്യുന്നതിനോട് യാതൊരു പ്രോബ്ലം ഇല്ല. ജോബ് കിട്ടില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ഒരിക്കലും പറയില്ല. കിട്ടാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടിയും പരിശ്രമിക്കേണ്ടിയും വരും. എന്തായാലും അതൊരു ബെറ്റർ ലക്ക് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫർദർ സപ്പോർട്ട്സും ക്വയറീസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ NHSൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഫ്രീ ഗ്രൂപ്പുകളാണ്. ആ ഗ്രൂപ്പിലൊക്കെ തന്നെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ക്വയറീസും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ ഫർദർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ മാക്സിമം നിങ്ങളുടെ നഴ്സിംഗ് ഫ്രണ്ട്സിനൊക്കെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലിയർ ഐഡിയ ഇല്ലാതെ അവർ എടുത്ത് ചാടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു നല്ലൊരു പിക്ചർ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും. അപ്പോൾ അപ്കമിംഗ് വീഡിയോസിൽ ഓസ്കിയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ വിസ ആപ്ലിക്കേഷൻസിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ പിൻ നമ്പറും ജോബ് ആപ്ലിക്കേഷൻസിൻ്റെ കാര്യങ്ങളും ഇൻ്റർവ്യൂസ് ഷോർട്ട് ലിസ്റ്റഡ് ആവുന്ന കാര്യങ്ങളും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസും വാക്കൻസീസ് എല്ലാം തന്നെ നമ്മുടെ MNCയുടെ വാട്സ്ആപ്പ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഇടാറുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ നോക്കാം. അതിനകത്ത് സ്പോൺസർഡ് ആയിട്ടുള്ള ജോബ്സിൻ്റെ കാര്യങ്ങളും അഡ്വർടൈസ്മെൻറ്റ് ഒക്കെ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല
ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മലയാളം സിംഗപ്പൂർ. ബൈ.